ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി സ്നാക്കായിട്ടാണ് പീനട്ട് ബോൾസ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും നമ്മളിത് കപ്പലണ്ടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കപ്പലണ്ടി ഇഷ്ടപ്പെടാത്ത ഒത്തിരി കുട്ടികളുണ്ടാവും, അതേപോലെ തന്നെ മുതിർന്നവരുണ്ടാവും. അവരൊക്കെ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്ക് നമ്മൾ കപ്പലണ്ടി, 1 കപ്പോളം കപ്പലണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി റോസ്റ്റഡ് കപ്പലണ്ടിയാണ്, അതായത് വറുത്ത കപ്പലണ്ടിയാണ്. അപ്പോൾ വറുക്കാത്ത കപ്പലണ്ടി ആണെങ്കിൽ നല്ല അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ കരിയാതെയൊക്കെ ശ്രദ്ധിക്കണം. കപ്പലണ്ടി വറുത്തെടുത്തതിന് ശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഞെരടി കൊടുത്താൽ മതി. അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ കപ്പലണ്ടി തൊലിയില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. എന്നാലാണ് ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമ്മുടെ ഈ ബോൾസിന് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. നമ്മളിവിടെ ഒരു 1/2 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങ വേണം. അത് ഓപ്ഷണലാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള കപ്പലണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൾസ് മോഡിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതായത് നിർത്തി വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായി വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടിയിൽ നിന്ന് എണ്ണ പുറമേക്ക് ഇറങ്ങും. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കപ്പലണ്ടിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക ചേർക്കണം. ഞാൻ ഇവിടെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏലക്ക പൊടി വേണമെങ്കിൽ അതൊരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പൊടിച്ചാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന തേങ്ങ, അത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഇനി നമ്മൾ മിക്സിയിലിട്ട് എല്ലാം കൂടെ പൊടിച്ചത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉരുളകളാക്കിയിട്ട് എടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് ഉരുളകളായിട്ട് കിട്ടും. ഇതേപോലെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കാം.